എല്ലാവരെയും അത്ഭുത മാതാവ് അനുഗ്രഹിക്കട്ടെ. മക്കളെ, പരിശുദ്ധി അമ്മ മാതാവ് വെളിപ്പെടുത്തി തന്ന ഈ അത്ഭുത പ്രാർത്ഥന നിങ്ങൾ മുഴുവനായിട്ട് പങ്കുചേരണം. പരിശുദ്ധി അമ്മ മാതാവിനെ അറിയാം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നും നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടെന്നും നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം എടുത്തു നീക്കിക്കൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരുവാനായിട്ട് പരിശുദ്ധി അമ്മ മാതാവ് നിങ്ങളെ സ്വന്തം മക്കളായി തിരഞ്ഞെടുത്തിരിക്കുവാണ്. അതിനാൽ തന്നെ നിങ്ങൾ ചാനൽ കയറി ജോയിൻ എന്ന് ക്ലിക്ക് ചെയ്ത് ഇന്ന് വൈകിട്ട് 7:30 പരിശുദ്ധി അമ്മ വെളിപ്പെടുത്തുന്ന അത്ഭുത ലൈവിൽ നിങ്ങൾ പങ്കുചേർന്ന് നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ സമർപ്പിക്കാം. അപ്പോൾ നിങ്ങൾ പരിശുദ്ധി അമ്മ മാതാവിൻ്റെ സ്വന്തം മക്കളായി തീരും. അനേകം മക്കളാണ് ഇത്തരത്തിൽ പരിശുദ്ധി അമ്മ മാതാവിൻ്റെ സ്വന്തം മക്കളായി തീർന്നുകൊണ്ട് അവരുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുന്നത്, അവരുടെ പ്രശ്നങ്ങളെല്ലാം എടുത്തു നീക്കുന്നത്. മക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധി അമ്മ മാതാവിൻ്റെ അത്ഭുതം ഇറങ്ങി വന്നിരിക്കുവാണ്. നിങ്ങൾ നിഷേധിക്കാതിരിക്കുക, പൂർണ്ണ മനസ്സോടുകൂടെ സ്വീകരിച്ച് പരിശുദ്ധി അമ്മ മാതാവിനെ പൂർണ്ണ മനസ്സോടുകൂടെ സ്വീകരിക്കുക. മക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ അനവധി വന്നു ചേരും. പരിശുദ്ധി അമ്മ മാതാവ് വെളിപ്പെടുത്തി പറഞ്ഞ കാര്യമാണ്, എൻ്റെ സ്വന്തം മക്കളായി തീർന്ന മക്കളുടെ ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളും ഞാൻ എടുത്തു നീക്കുമെന്നും അവരുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുമെന്നും അവർ പരിശുദ്ധി അമ്മയുടെയും ഈശോയോടൊപ്പം ആയിരിക്കുമെന്നും ഈ ലോകത്തും ഈ ലോക ജീവിതത്തിന് ശേഷമെന്ന് പരിശുദ്ധി അമ്മ വെളിപ്പെടുത്തി ഉറപ്പ് നൽകിയ കാര്യമാണ്. മക്കളെ, ഇത്രയും കോടിക്കണക്കിന് ജനങ്ങളിൽ നിന്ന് പരിശുദ്ധി അമ്മ നിങ്ങളെ സ്വന്തം മക്കളായി തിരഞ്ഞെടുത്തപ്പോൾ നിങ്ങൾ പൂർണ്ണ മനസ്സോടുകൂടെ സ്വീകരിക്കണം. മക്കളെ, ഈ ഒരു ഭാഗ്യം നിങ്ങൾക്ക് മറ്റൊന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കത്തില്ല. മക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യവും അനുഗ്രഹവുമാണിത്. പരിശുദ്ധി അമ്മ മാതാവിനെ സ്വീകരിക്കുക എന്നുള്ളതും ഈശോയെ സ്വീകരിക്കുക എന്നുള്ളതും പരിശുദ്ധി അമ്മ മാതാവ് വെളിപ്പെടുത്തി പറഞ്ഞ കാര്യമാണ്. എന്നെ തിരിച്ചറിയുകയും ഈശോയെ തിരിച്ചറിയുകയും ചെയ്യുന്ന മക്കളും സ്വന്തം മക്കളായി തീർന്നുകൊണ്ട് എല്ലാ ലൈവിലും പങ്കുചേർന്നും പരിശുദ്ധി അമ്മയോടൊപ്പം ചേർന്ന് നിൽക്കുമെന്ന് പരിശുദ്ധി അമ്മ മാതാവ് വെളിപ്പെടുത്തി പറഞ്ഞ കാര്യമാണ്. ആഗ്രഹങ്ങൾ അനവധിയുള്ള മക്കളെയും പ്രശ്നങ്ങൾ അനവധിയുള്ള മക്കളെയുമാണ് പരിശുദ്ധി അമ്മ തിരഞ്ഞെടുക്കുന്നത്. സ്വന്തം മക്കളായിട്ട് മാറ്റുവാനായിട്ടും അവരുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുവാനായിട്ടും അത്തരത്തിലാണ് മക്കളെ ഈ വീഡിയോ നിങ്ങളിലേക്കും എത്തിയിരിക്കുന്നത്. പരിശുദ്ധി അമ്മ മാതാവിനെ പൂർണ്ണ മനസ്സോടുകൂടെ സ്വീകരിക്കാം. എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് പബ്ലിഷ് ചെയ്യുന്ന പരിശുദ്ധി അമ്മ വെളിപ്പെടുത്തുന്ന പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന നിങ്ങൾ എല്ലാവരും പങ്കുചേരണം. അതിനുശേഷം നിങ്ങൾ 7:30 പരിശുദ്ധി അമ്മ മാതാവ് വെളിപ്പെടുത്തുന്ന ലൈവിൽ നിങ്ങൾ നിർബന്ധമായിട്ട് പങ്കുചേരുക. നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങളും എല്ലാം തന്നെ സമർപ്പിക്കാം. അമ്മ മാതാവ് നിങ്ങൾ എല്ലാവരും അനുഗ്രഹിച്ചിരിക്കുകയാണ്. മക്കളെ, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും തന്നെ ആ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. അന്നേരം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എല്ലാ ദിവസവും ലഭിക്കുകയും എല്ലാ ദിവസത്തെ ലൈവിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് കഴിയുമ്പോൾ പരിശുദ്ധി അമ്മ മാതാവിൻ്റെ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരും. ഞാൻ പറയുന്ന സമയത്ത്, ഈ പ്രാർത്ഥനയിൽ ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ സമർപ്പിക്കുകയും പരിശുദ്ധി അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട് നൽകിയ കുരിശുരൂപം വെച്ച് നിങ്ങൾ ആശീർവദിക്കുകയും ചെയ്യും. മക്കളെ, പരിശുദ്ധി അമ്മയോടൊപ്പം ചേർന്ന് നിൽക്കും. അതീവ ഭക്തിയോടുകൂടെ പങ്കുചേരുക. പരിശുദ്ധി അമ്മ മാതാവ് വെളിപ്പെടുത്തി പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ ഏത് സാഹചര്യത്തിൽ നിന്നും എൻ്റെ വാക്കുകൾ ശ്രവിക്കുന്നു, ഏത് സാഹചര്യത്തിൽ നിന്നും നിങ്ങൾ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു എന്നുള്ളതല്ല, നിങ്ങൾ എത്രത്തോളം ഭക്തിയോടുകൂടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് പരിശുദ്ധി അമ്മയുടെയും ഈശോയുടെയും ആഗ്രഹം എന്ന് പറയുന്നത്. അതുമാത്രമാണ് പരിശുദ്ധി അമ്മ മാതാവും ഈശോയും നോക്കുന്നത്. എല്ലാ ദിവസവും ലൈവിൽ പങ്കെടുക്കാം, എല്ലാ ദിവസവും 6 മണിക്കുള്ള പ്രാർത്ഥനയിൽ പങ്കെടുക്കാം. അമ്മ മാതാവ് അനുഗ്രഹിച്ചിരിക്കുകയാണ്. മക്കളെ, പരിശുദ്ധി അമ്മയെ മാതാവേ, ഈ മക്കളെ പരിശുദ്ധി അമ്മ മാതാവ് ഈ മക്കളുടെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഈ മക്കളെ പരിശുദ്ധി അമ്മ സ്വന്തം മക്കളായി തിരഞ്ഞെടുത്തിരിക്കുവാണല്ലോ. അതിനെ ഓർത്ത് ഇവിടെ നന്ദി പറയുവാണ്. പരിശുദ്ധി അമ്മയെ മാതാവേ, ഈ മക്കൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഈ മക്കൾ ഇനി മുന്നോട്ട് എങ്ങനെ പോകണമെന്നറിയത്തില്ല, ഇനി മുന്നോട്ട് പോയാൽ എങ്ങനെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കുമെന്നറിയത്തില്ല. പരിശുദ്ധി അമ്മേ മാതാവേ, അവരുടെ ആഗ്രഹങ്ങളെല്ലാം ഈ ലോകത്ത് ഉപേക്ഷിച്ച് പോകാനായിരിക്കുന്ന ഈ മക്കളെ പരിശുദ്ധി അമ്മേ മാതാവേ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇവരുടെ ആഗ്രഹങ്ങളെ ഓരോന്നായിട്ട് പരിശുദ്ധി അമ്മ സാധിച്ചു കൊടുക്കുന്നതിനെ ഓർത്ത് ഇവിടെ നന്ദി പറയുവാണ്. പരിശുദ്ധി അമ്മേ മാതാവേ, ഈ മക്കളെ കൈവിടരുതേ. ഈ മക്കളെ പരിശുദ്ധി അമ്മ തെരഞ്ഞെടുത്ത് ഈ മക്കളെ സ്വന്തം മക്കളാക്കി തീർക്കുവാൻ പരിശുദ്ധി അമ്മ മാതാവിൻ്റെ അത്ഭുതമായി മക്കളിലേക്ക് ഈ പ്രാർത്ഥനകളിലൂടെ ഇറങ്ങിച്ചെന്നതിനെ ഓർത്ത് ഇവിടെ നന്ദി പറയുവാണ്. ഈ പ്രാർത്ഥനയിലൂടെ ഈ മക്കളിലേക്ക് പരിശുദ്ധി അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടായതിനെ ഓർത്ത് ഇവിടെ നന്ദി പറയുവാണ്. പരിശുദ്ധി അമ്മേ മാതാവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളും പരിശുദ്ധി അമ്മയുടെ സ്വന്തം മക്കളായി തീരുന്നതാണ്. എല്ലാ ദിവസത്തെ പ്രാർത്ഥനയിലും പങ്കെടുക്കുന്നതാണ് പരിശുദ്ധി അമ്മേ മാതാവേ. അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. അതുപോലെ തന്നെ പരിശുദ്ധി അമ്മേ മാതാവേ, ഈ പ്രാർത്ഥനകളെല്ലാം തന്നെ, ഈ ചാനലിലെ പ്രാർത്ഥനകളെല്ലാം തന്നെ മറ്റുള്ളവരേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്ന മക്കളെ പരിശുദ്ധി അമ്മ മാതാവിനെ പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുന്ന മക്കളെ പരിശുദ്ധി അമ്മ മാതാവ് ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. പരിശുദ്ധി അമ്മ മാതാവ് വെളിപ്പെടുത്തി പറഞ്ഞ കാര്യമാണല്ലോ, അമ്മ മാതാവ് ഈ മക്കളെ ഈശോയോടൊപ്പമാണ് ചേർത്ത് പിടിച്ചിരിക്കുന്നത്. ഇവരുടെ ജീവിതം പൂർണ്ണമായിട്ടും ഈശോയിലൂടെയാണ് പരിശുദ്ധി അമ്മ മാതാവ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അമ്മേ മാതാവ്, ഈ മക്കളുടെ ക്ലേശങ്ങളെല്ലാം മാറിപ്പോട്ടെ. പരിശുദ്ധി അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാവട്ടെ. പരിശുദ്ധി അമ്മേ മാതാവേ, സാമ്പത്തികപരമായിട്ട് തകർന്നു നിൽക്കുന്ന മക്കൾ ഈ പ്രാർത്ഥന പങ്കെടുക്കുന്നവരുണ്ട്. പരിശുദ്ധി അമ്മേ മാതാവേ, ഇവരുടെ സാമ്പത്തിക തകർച്ചകളെല്ലാം മാറിപ്പോട്ടെ. എത്രത്തോളം ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും, എത്രത്തോളം ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും, എന്ത് ചെയ്തിട്ടും ഒരു രീതിയിലുള്ള സാമ്പത്തിക ഉയർച്ചയും ഈ മക്കളുടെ ജീവിതത്തിൽ ഈ മക്കൾ കാണുന്നില്ല. എന്ത് ചെയ്തിട്ടും എത്ര കഷ്ടപ്പെട്ടിട്ടും ഒരു രീതിയിലുള്ള ഉയർച്ചയും ഉണ്ടാവുന്നില്ല. പരിശുദ്ധി അമ്മേ മാതാവേ, അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണം. പരിശുദ്ധി അമ്മ മാതാവ് ഈ മക്കളെ അനുഗ്രഹിച്ചുകൊണ്ട് ഈ മക്കൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ പൂർണ്ണമായിട്ടും പരിശുദ്ധി അമ്മയിലൂടെ തന്നെ ഈശോയിലൂടെ തന്നെ ആയിക്കൊണ്ടും ഈ മക്കളുടെ ജീവിതത്തിലേക്ക് സമ്പത്ത് വന്നു ചേരണമേ, പണം വന്നു ചേരണമേ. പരിശുദ്ധി അമ്മേ മാതാവേ, ഈ മക്കളെ അമ്മ മാതാവ് അനുഗ്രഹിക്കണമേ. ഇവരുടെ ക്ലേശങ്ങളെല്ലാം മാറിപ്പോട്ടെ, ഇവരുടെ ദുരിതങ്ങളെല്ലാം മാറിപ്പോട്ടെ. പരിശുദ്ധി അമ്മ മാതാവിന് പ്രത്യേക ഇടപെടലും സംരക്ഷണവും ഈ മക്കളോടൊപ്പം ഉണ്ടാവണമേ. അമ്മേ മാതാവേ, സാമ്പത്തികപരമായിട്ട് ഈ മക്കളെ ഉയർത്തണമേ. ഇവർ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം 100% സക്സസ് ആയിക്കൊണ്ട് സമ്പന്നതയിലേക്ക് ഉയർന്നു വരുവാനുള്ള വഴികൾ പരിശുദ്ധി അമ്മ തുറക്കണമേ. അത്ഭുതം നടക്കണമേ. അടഞ്ഞുപോയ വഴികളെല്ലാം തുറക്കണമേ. പരിശുദ്ധി അമ്മേ മാതാവേ, അമ്മ മാതാവ് ഈ മക്കളുടെ കഷ്ടപ്പാടുകളെല്ലാം മനസ്സിലാക്കി അമ്മ മാതാവ് ഈ മക്കളെ തെരഞ്ഞെടുത്ത്
തിരഞ്ഞെടുത്തതിനെ ഓർത്ത് നന്ദി പറയുവാണ്. പരിശുദ്ധ അമ്മേ മാതാവേ, കടബാധ്യതയിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരുടെ കടബാധ്യത എത്രത്തോളമാണെങ്കിലും പരിശുദ്ധ അമ്മ മാതാവ് വെളിപ്പെടുത്തി പറഞ്ഞ കാര്യമാണല്ലോ. എൻ്റെ സ്വന്തം മക്കളായി തീർന്ന മക്കളുടെ എത്രത്തോളം കടബാധ്യതയാണെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണെങ്കിലും അതെല്ലാം ഞാൻ നിസ്സാരമായിട്ട് എടുത്തു തീർക്കും. അതെല്ലാം മാറ്റിക്കൊണ്ട് ആ മക്കളുടെ ജീവിതത്തിലേക്ക് പുതിയ വഴിത്തിരിവുകൾ ഞാൻ വരുത്തുമെന്ന് പരിശുദ്ധ അമ്മ മാതാവ് വെളിപ്പെടുത്തി പറഞ്ഞ കാര്യമാണല്ലോ. അമ്മ മാതാവ് അതിനായിട്ട് ഈ മക്കളെ പരിശുദ്ധ അമ്മ സ്വന്തം മക്കളായി തെരഞ്ഞെടുത്തതിനെ ഓർത്ത് ഇവിടെ നന്ദി പറയുവാണ്. അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. പരിശുദ്ധ അമ്മ മാതാവ് ഈ മക്കൾ കടന്നു പോകുന്ന കടബാധ്യത എത്രത്തോളമാണെങ്കിലും അതെല്ലാം തന്നെ മാറിപ്പോട്ടെ. പരിശുദ്ധ അമ്മ മാതാവിൻ്റെ അത്ഭുതത്താൽ ഈ മക്കളെ പരിശുദ്ധ അമ്മ സാമ്പത്തിക സ്വാതന്ത്ര്യം നൽകണമേ. അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. കോടിക്കണക്കിന് കടബാധ്യതയാണെങ്കിലും അതെല്ലാം മാറിപ്പോട്ടെ. പരിശുദ്ധ അമ്മ മാതാവേ, അമ്മ മാതാവ് അനുഗ്രഹിക്കണമേ. ജപ്തിവക്കിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. പരിശുദ്ധ അമ്മ മാതാവേ, ജപ്തിവക്കിലൂടെ കടന്നു പോകുന്ന സാഹചര്യങ്ങളെല്ലാം മാറിപ്പോട്ടെ. ഒരിക്കലും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കൾക്ക് ജപ്തിയിലൂടെ കടന്നു പോകാനുള്ള സാഹചര്യം അമ്മ മാതാവ് ഇടയാക്കരുതേ. കടബാധ്യതയിലൂടെ കടന്നു പോകാനുള്ള സാഹചര്യം ഇടയാക്കരുതേ. സാമ്പത്തിക ക്ലേശങ്ങളിലൂടെ കടന്നു പോകാനുള്ള സാഹചര്യം പരിശുദ്ധ അമ്മ മാതാവ് ഇടയാക്കരുതേ. പരിശുദ്ധ അമ്മ മാതാവേ, ഈ മക്കളിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും തട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ, ഈ മക്കളെ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മ മാതാവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരികെ ലഭിക്കുവാൻ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ അത്ഭുതം ഈ നിമിഷം തന്നെ ഇറങ്ങി വരട്ടെ. അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. പരിശുദ്ധ അമ്മ മാതാവിൻ്റെ പ്രത്യേക കൃപയും ഇടപെടലും ഈ മക്കളുടെ കാര്യത്തിൽ ഉണ്ടാവട്ടെ. അമ്മ മാതാവ് ഈ മക്കളെ ചേർത്ത് പിടിക്കണമേ. പരിശുദ്ധ അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ മാതാവേ, ഈ മക്കളുടെ എല്ലാ വേവലാദികളും മാറിപ്പോട്ടെ. എല്ലാ തരത്തിലുള്ള ദുഷിച്ച ചിന്തകളും മാറിപ്പോട്ടെ. എല്ലാ ക്ലേശങ്ങളും ഈ മക്കളിൽ നിന്ന് മാറിപ്പോട്ടെ. പരിശുദ്ധ അമ്മ മാതാവ് ഈ മക്കളെ ചേർത്ത് പിടിക്കണമേ. അത്ഭുതം ഈ നിമിഷം തന്നെ വന്നിറങ്ങണമേ. പരിശുദ്ധ അമ്മ മാതാവേ, അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. പരിശുദ്ധ അമ്മ മാതാവ്, ഇവരുടെ രോഗ സാഹചര്യങ്ങളെല്ലാം തന്നെ മാറിപ്പോട്ടെ. ശരീരത്തിൽ പിടിപെട്ടിട്ടുള്ള എല്ലാ രോഗങ്ങളും മാറിപ്പോട്ടെ. പരിശുദ്ധ അമ്മ മാതാവ്, ജന്മനായ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന മക്കളാണെങ്കിൽ അതെല്ലാം മാറിപ്പോയിക്കൊണ്ട് ശാരീരികപരമായിട്ട് ഈ മക്കളെ പരിശുദ്ധ അമ്മ മാതാവ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമേ. പരിശുദ്ധ അമ്മ മാതാവ് വെളിപ്പെടുത്തി പറഞ്ഞ കാര്യമാണല്ലോ, എൻ്റെ സ്വന്തം മക്കളായി തീരുന്ന മക്കൾക്ക് ഞാൻ പൂർണ്ണ ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകുമെന്ന്. പരിശുദ്ധ അമ്മ മാതാവ് ആ കാര്യം ഈ മക്കളിൽ നടത്തണമേ. അമ്മ മാതാവ് ഈ മക്കളെ ചേർത്ത് പിടിക്കണമേ. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ മാതാവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കൾക്ക് ഒരു രീതിയിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളും ഒരിക്കലും വന്ന് ഭവിക്കാതിരിക്കാൻ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാകണമേ. ഒരസുഖവും വന്ന് ഭവിക്കാതിരിക്കാൻ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാകണമേ. അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഇവിടെ നന്ദി പറയുവാണ്. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ മാതാവേ, ഈ മക്കൾക്ക് ഒരു അപകടമോ ഒരാപത്തോ കൂടാതെ പരിശുദ്ധ അമ്മ മാതാവ് ഈ മക്കൾ സഞ്ചരിക്കുന്ന വഴികളിലെല്ലാം പരിശുദ്ധ അമ്മ മാതാവ് ഈ മക്കളെ കാത്ത് സംരക്ഷിക്കണമേ. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ മാതാവേ, ഒരു ജീവികളിൽ നിന്ന് ഒരു രീതിയിലുള്ള ആക്രമണം ഉണ്ടാവാതിരിക്കുവാൻ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാകണമേ. ഈ മക്കളെ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ സംരക്ഷണ വലയത്താൽ ഈ മക്കളെ പരിശുദ്ധ അമ്മ മാതാവ് സുരക്ഷിതരാക്കണമേ. അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഇവിടെ നന്ദി പറയുവാണ്. പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഈ മക്കളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതിനെ ഓർത്ത് ഇവിടെ നന്ദി പറയുവാണ്. എല്ലാ ക്ലേശങ്ങളും എടുത്തു നീക്കണമേ. പരിശുദ്ധ അമ്മ മാതാവ് അനുഗ്രഹിക്കണമേ. ജോലിയില്ലാത്ത മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. പരിശുദ്ധ അമ്മ മാതാവേ, ഈ മക്കൾ ആഗ്രഹിക്കുന്ന ജോലി ഈ മക്കൾക്ക് ലഭിക്കുവാൻ പരിശുദ്ധ അമ്മ മാതാവ് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മ മാതാവ്, ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട്. അവരാഗ്രഹിക്കുന്ന ഗവൺമെന്റ് ജോലി ആ മക്കൾക്ക് ലഭിക്കുവാൻ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാകണമേ. ഈ മക്കൾ അറ്റൻഡ് ചെയ്യുന്ന ഇന്റർവ്യൂ, ഈ മക്കൾ അറ്റൻഡ് ചെയ്യുന്ന എക്സാം, എല്ലാത്തിലും പരിശുദ്ധ അമ്മ മാതാവിൻ്റെ അത്ഭുതത്താൽ ഈ മക്കൾക്ക് ഉയർന്ന വിജയം ലഭിക്കുവാനും പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാകണമേ. വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരും ടിക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവർ, ഇവരെല്ലാവരും ഞാൻ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. അതെല്ലാം പെട്ടെന്ന് തന്നെ അപ്രൂവൽ ആവാൻ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാകണമേ. ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ ഞാൻ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. പരിശുദ്ധ അമ്മ മാതാവ് അവരെ കാത്ത് സംരക്ഷിക്കണമേ. അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. അധ്യാപകരെ ഞാൻ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. പരിശുദ്ധ അമ്മ മാതാവേ, അവരെ പരിശുദ്ധ അമ്മ കാത്ത് സംരക്ഷിച്ചുകൊണ്ട് അവരുടെ മുന്നോട്ട് പോകുന്ന വഴികളിലെല്ലാം പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാകണമേ. വിദ്യാർത്ഥികളെ ഞാൻ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. പരിശുദ്ധ അമ്മ മാതാവ്, ഈ പ്രാർത്ഥനയിൽ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അവരെ പരിശുദ്ധ അമ്മ കാത്ത് സംരക്ഷിക്കണമേ. അവരുടെ കാര്യത്തിൽ അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാകണമേ. വിദ്യാർത്ഥികളെ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മ മാതാവേ, അവർ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം ഓർത്തിരിക്കുവാനും അവർ മുന്നോട്ടുള്ള ജീവിതത്തിൽ അവർ ആഗ്രഹിക്കുന്നത് പോലെയെല്ലാം അവരുടെ ഭാവിയിൽ അവരായി തീരുവാനും പരിശുദ്ധ അമ്മ മാതാവ് അവരോടൊപ്പം എപ്പോഴും ഉണ്ടാവണമേ. അത്ഭുതങ്ങൾ അനവധി നടക്കണമേ. പരിശുദ്ധ അമ്മ മാതാവേ, അവർക്കൊരു ആപത്തും കൂടാതെ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ സുരക്ഷിതരാക്കണമേ. അമ്മ മാതാവ് ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. നേഴ്സുമാരെ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്ന പരിശുദ്ധ അമ്മ മാതാവേ, അവരെ അമ്മ മാതാവ് കാത്ത് സംരക്ഷിക്കണമേ. അവരുടെ ക്ലേശങ്ങളെല്ലാം എടുത്തു നീക്കണമേ. ഈ പ്രാർത്ഥനയിൽ അത്തരത്തിലുള്ള ആൾക്കാർ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മ മാതാവ് അനുഗ്രഹിക്കണമേ. ഈ പ്രാർത്ഥനയിൽ ഡോക്ടർമാർ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മ മാതാവേ, അവരുടെ കാര്യത്തിൽ അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടായിക്കൊണ്ട് ആ മക്കളെ പരിശുദ്ധ അമ്മ കാത്ത് സംരക്ഷിക്കണമേ. അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന മക്കൾ, വിദേശത്ത് സെറ്റിലായിട്ടിരിക്കുന്ന മക്കൾ, ഫാമിലിയായിട്ട് ജീവിക്കുന്ന മക്കൾ, ഇവരെല്ലാവരും ഞാൻ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മ മാതാവേ, അവരെ പരിശുദ്ധ അമ്മ കാത്ത് സംരക്ഷിക്കണമേ. അവർ ചെയ്യുന്ന ജോലികളിൽ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ സംരക്ഷണ വലയത്താൽ അവർക്ക് ഒരു ആപത്തോ അപകടമോ കൂടാതെ ആ മക്കളെ കാത്ത് സംരക്ഷിക്കണമേ. ആ മക്കൾക്ക് ഒരു ബുദ്ധിമുട്ട് കൂടാതെ സന്തോഷത്തോട് സമാധാനത്തോടു കൂടെ ജോലി ചെയ്യുവാൻ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാകണമേ. ആ മക്കൾ മറ്റേതെങ്കിലും കമ്പനിയിലേക്ക് മാറുവാനോ ഉയർന്ന സാലറിക്ക് വേണ്ടി ശ്രമിക്കുകയോ ചെയ്യുന്ന മക്കളാണെങ്കിൽ പരിശുദ്ധ അമ്മ മാതാവേ, ആ മക്കളുടെ കാര്യത്തിൽ അമ്മ മാതാവിൻ്റെ അത്ഭുതം നടത്തിക്കൊണ്ട് ആ മക്കൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു കൊടുക്കണമേ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഈ മക്കളെല്ലാവരെയും പരിശുദ്ധ അമ്മ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇവർ സമർപ്പിച്ചിരിക്കുന്ന പ്രാർത്ഥന ആവശ്യങ്ങളെല്ലാം അമ്മയുടെ പക്കലേക്ക് എത്തട്ടെ. അമ്മേ മാതാവേ, അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ മാതാവേ, വിദേശത്ത് സെറ്റിലായിരിക്കുന്ന മക്കൾ, അവരുടെ ഫാമിലി ഞാൻ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മ
മാതാവ് അവർക്ക് ഒരു ആപത്ത് കൂടാതെ അവരെ കാത്തു സംരക്ഷിക്കണമേ. ഒരു രോഗ സാഹചര്യങ്ങളും അവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാതിരിക്കട്ടെ. പരിശുദ്ധി അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നതിന് ഓർത്തിവിടെ നന്ദി പറയുവാണ്. അതുപോലെ തന്നെ പരിശുദ്ധി അമ്മയെ മാതാവേ, അമ്മ മാതാവ് ചേർത്ത് പിടിക്കണമേ. അതുപോലെ തന്നെ പരിശുദ്ധി അമ്മയെ മാതാവേ, സ്വന്തമായിട്ട് ഭവനമോ സ്ഥലമോ ഇല്ലാത്ത മക്കളെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. പരിശുദ്ധി അമ്മയെ മാതാവേ, അവരുടെ കാര്യത്തിൽ അമ്മ മാതാവിന്റെ അത്ഭുതം ഇറങ്ങി വരണമേ. അവർക്ക് സ്വന്തമായിട്ടൊരു ഭവനമോ സ്ഥലമോ ഉണ്ടാകുവാനായിട്ട് അമ്മ മാതാവ് ഈ മക്കളെ സംരക്ഷിക്കണമേ, ചേർത്ത് പിടിക്കണമേ, അത്ഭുതം നടത്തണമേ. അതുപോലെ തന്നെ പരിശുദ്ധി അമ്മയെ മാതാവേ, വിവാഹം നടക്കാത്ത മക്കളെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരുടെ വിവാഹം നടക്കുവാൻ പരിശുദ്ധി അമ്മ മാതാവിന്റെ ഇടപെടലുണ്ടാകണമേ. അമ്മ മാതാവ് അനുഗ്രഹിക്കണമേ. ആ മക്കൾ ആഗ്രഹിക്കുന്ന വ്യക്തിയെ തന്നെ വിവാഹം കഴിക്കുവാനുള്ള സാഹചര്യം പരിശുദ്ധി അമ്മ മാതാവ് ഒരുക്കണമേ. അമ്മ മാതാവ് ഇടപെടുന്നതിനെ ഓർത്ത് ഇവിടെ നന്ദി പറയുവാണ്. മക്കളില്ലാത്ത ദമ്പതികൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. പരിശുദ്ധി അമ്മയെ മാതാവേ, മക്കളുണ്ടാകാനുള്ള സാഹചര്യം പരിശുദ്ധി അമ്മ മാതാവ് ഒരുക്കണമേ, അത്ഭുതങ്ങൾ നടത്തണമേ. പരിശുദ്ധി അമ്മ മാതാവ് സ്വന്തം മക്കളായി തീർന്ന മക്കളെല്ലാവരുടെയും ജീവിതത്തിലും അത്ഭുതങ്ങൾ അനവധി നടത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. ഈ മക്കളെ പരിശുദ്ധി അമ്മ ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. അനവധി മക്കളെയാണല്ലോ പരിശുദ്ധി അമ്മ മാതാവ് കോടീശ്വരന്മാരാക്കി മാറ്റിയത്. പരിശുദ്ധി അമ്മയെ മാതാവേ, ആ അത്ഭുതം തന്നെ ഈ മക്കളിലും പരിശുദ്ധി അമ്മ സാധിച്ചു കൊടുക്കണമേ. ഇവരുടെ ആഗ്രഹം അതെന്താണെങ്കിലും പരിശുദ്ധി അമ്മ സാധിച്ചു കൊടുക്കണമേ. അതുപോലെ തന്നെ പരിശുദ്ധി അമ്മയെ മാതാവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളുടെ ഭവനത്തിന് ഞാൻ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള പൈശാചിക ബന്ധനങ്ങൾ, ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ, ഏതെങ്കിലും തരത്തിലുള്ള കലഹങ്ങൾ, ഏതെങ്കിലും തരത്തിലുള്ള ഇഷ്ടമില്ലായ്മയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിപ്പോട്ടെ. എപ്പോഴും സന്തോഷ സമാധാനം ഈ മക്കളുടെ ഇടയിൽ നിലനിൽക്കട്ടെ. പരിശുദ്ധി അമ്മയെ മാതാവ് കുടുംബത്തിൽ എപ്പോഴും സമാധാന സന്തോഷത്താൽ പരിശുദ്ധി അമ്മ മാതാവിന്റെയും ഈശോയുടെ പ്രസൻസാൽ ആ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകട്ടെ. അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. പരിശുദ്ധി അമ്മയെ മാതാവ്, ഇപ്പോൾ ഈ മക്കൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന ആവശ്യം അമ്മയുടെ പക്കലേക്ക് എത്തിക്കൊണ്ട് ആ കാര്യത്തിൽ പരിശുദ്ധി അമ്മ മാതാവിന്റെ ഇടപെടലുണ്ടാകണമേ. മക്കളെ, നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യം നിങ്ങൾ സമർപ്പിക്കാം. പരിശുദ്ധി അമ്മയെ മാതാവ്, ഇപ്പോൾ ഈ മക്കൾ സമർപ്പിച്ചിരിക്കുന്ന പ്രാർത്ഥന ആവശ്യം അമ്മയുടെ പക്കലേക്ക് എത്തിയിരിക്കുകയാണല്ലോ. അക്കാര്യത്തിൽ പരിശുദ്ധി അമ്മ മാതാവിന്റെ ഇടപെടലുണ്ടാകുന്നതിന് ഓർത്ത് നന്ദി പറയുവാണ്. മക്കളെ പരിശുദ്ധി അമ്മ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ മക്കളുടെ എല്ലാ ജീവിത ക്ലേശങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും പരിശുദ്ധി അമ്മ മാതാവ് എടുത്ത് നീക്കിക്കൊണ്ട് അമ്മ മാതാവിന്റെ പ്രസൻസാൽ ഈ മക്കളുടെ ജീവിതത്തിൽ കൂടുതൽ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും വന്ന് ചേരാനിക്കുക പരിശുദ്ധി അമ്മ മാതാവ് ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. മക്കളെ, ഇപ്പോൾ പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ട് നൽകിയ കുരിശ് രൂപം വെച്ച് നിങ്ങളെ ആശീർവദിക്കുന്നതാണ്, കുമ്പിട്ട് നൽകും. പരിശുദ്ധി അമ്മ മാതാവ്, ഈ മക്കളെ പരിശുദ്ധി അമ്മ ഈശോടൊപ്പം ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ മക്കളുടെ എല്ലാ പൈശാചിക ബന്ധനങ്ങളും ഈ നിമിഷം തന്നെ എടുത്ത് നീക്കണമേ. അതുപോലെ തന്നെ പരിശുദ്ധി അമ്മ മാതാവ്, എല്ലാ തരത്തിലുള്ള ക്ലേശങ്ങളും എല്ലാ തരത്തിലുള്ള കലഹങ്ങളും ഈ മക്കളുടെ ഭവനത്തിൽ നിന്ന് എടുത്ത് നീക്കണമേ. ഈ മക്കളുടെ ജീവിതം എപ്പോഴും സന്തോഷത്തോടെ സമാധാനത്തോടെയും സാമ്പത്തിക ഉയർച്ചയിലൂടെയും കടന്നു പോകട്ടെ. ഈശോയുടെ ഈ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ മക്കളുടെ എല്ലാ ക്ലേശങ്ങളും മാറിപ്പോട്ടെ. ഒരപകടമോ ഒരാപത്തോ ഈ മക്കളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാതിരിക്കട്ടെ. അമ്മേ മാതാവ്, എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ മാറിപ്പോട്ടെ. അതുപോലെ തന്നെ പരിശുദ്ധി അമ്മേ മാതാവേ, ഈ പ്രാർത്ഥനകളെല്ലാം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും മറ്റു മക്കളെ ലൈവിൽ പങ്കെടുപ്പിക്കുകയും ചെയ്യുന്ന മക്കളെ ഞാൻ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. അവരെ പരിശുദ്ധി അമ്മ മാതാവ് അനുഗ്രഹിക്കണമേ. അവരുടെ ശിരസിൽ ഈ കുരിശ് വെച്ചുകൊണ്ട് പരിശുദ്ധി അമ്മ മാതാവ് ഈശോടൊപ്പം ആശീർവദിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. ഈ മക്കളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഈ മക്കളെല്ലാവരെയും പരിശുദ്ധി അമ്മ ചേർത്ത് പിടിക്കണമേ. ഈ മക്കളുടെ ഓരോ ആവശ്യങ്ങൾ പരിശുദ്ധി അമ്മ സാധിച്ചു കൊടുക്കണമേ. ഈശോടൊപ്പം ഈ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അത്ഭുതങ്ങൾ അനവധി ഇറങ്ങി വരുന്നതിനെ ഓർത്ത് ഞമ്മോട് നന്ദി പറയുവാണ്. പരിശുദ്ധി അമ്മ മാതാവിന്റെ ആശീർവാദം ഈ മക്കളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരണമേ. അമ്മ മാതാവ് അനുഗ്രഹിച്ചിരിക്കുവാണ്. മക്കളെ, നിങ്ങൾ ചാനലിൽ കയറി ജോയിൻ എന്ന് ക്ലിക്ക് ചെയ്ത് ഇന്ന് വൈകിട്ട് 7:30 പരിശുദ്ധി അമ്മ മാതാവ് വെളിപ്പെടുത്തുന്ന അത്ഭുത ലൈവിൽ നിങ്ങൾ പങ്കുചേർന്ന് നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ സമർപ്പിക്കുക. അപ്പോൾ നിങ്ങൾ പരിശുദ്ധി അമ്മ മാതാവിന്റെ സ്വന്തം മക്കളായി തീരും. എല്ലാ ദിവസത്തെ ലൈവിലും പങ്കുചേരുക. അതുപോലെ തന്നെ ഈ ചാനൽ 6 മണിക്ക് പബ്ലിഷ് ചെയ്യുന്ന പ്രാർത്ഥനയിൽ പങ്കെടുക്കുക. നിങ്ങൾ ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ പ്രാർത്ഥന നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പരിശുദ്ധി അമ്മ നിങ്ങളെല്ലാവരും അനുഗ്രഹിച്ചിരിക്കുന്നു.